जगत से जोत जगे उस पार हो, जगत से जोत जगे उस पार, सूरज चांद के पार हो, जगत से जोत जगे उस पार। शांति का उसमें प्रकाश, शांति का उसमें प्रकाश, चमके धरती और आकाश, चमके धरती और आकाश, जगाए शिव निराकार हो, जगत से जोत जगे उस पार। उस ज्योति का रूप न्यारा, उस ज्योति का रूप न्यारा, अपना न चाहे उससे जग सारा, अपना न चाहे उससे जग सारा, सब करते उसे प्यार हो, जगत से जोत जगे उस पार। ओम शांति। ഇന്നലത്തെ തുടർച്ച നമുക്ക് കേൾക്കാം. जिस्मानी मिलिट्री वालों का कल्याण कैसे हो. ബാബ ഡൽഹിയിൽ മേജർ ഭായിയുടെ ബംഗ്ലാവിലല്ലേ താമസിച്ചത്. നമ്മൾ ഇന്നലെ കേട്ടുമല്ലോ. അതിരാവിലത്തെ ക്ലാസ്സിൽ ബാബ അവർക്ക് ഇൻവിറ്റേഷൻ കൊടുത്തിരുന്നു. ഡെയിലി 400-500 പേര് സേനയിൽ നിന്നും ബാബയുടെ അടുത്ത് അതിരാവിലത്തെ ക്ലാസ്സിന് എത്തിയിരുന്നു. ഉൻ ദിനോ ബാബയ്ക്ക് പ്രാതകാലീൻ സഭാമേ, ആ സമയത്ത് അതിരാവിലത്തെ ക്ലാസ്സിൽ മിലിറ്ററിയിൽ നിന്ന് ധാരാളം പട്ടാളക്കാരെത്തിയിരുന്നു. കൈ ബാർ ബാബ വിശേഷ രൂപ സെ ഉന്നെ, ഇടയ്ക്കിടയ്ക്ക് ബാബ അവരെ ലക്ഷ്യം വെച്ചിട്ട് ചില ജ്ഞാന ബിന്ദുക്കൾ പകർന്നു നൽകിയിരുന്നു. ബാബ कहते ए बच्चे बाहुबल और शस्त्रबल वाले जिस्मानी सेना में, ബാബ ഇടയ്ക്ക് പറയുമായിരുന്നു, മക്കളായ നിങ്ങൾ ബാഹുബലത്തിൻ്റെ ആയുധബലത്തിൻ്റെ സേനയിലെ അംഗങ്ങളാണ്. इनका मुख्य कार्य शत्रुओं से भारत की रक्षा करना है. ഈ മക്കളുടെ കർത്തവ്യമാണ് ശത്രുക്കളിൽ നിന്ന് ഭാരതത്തെ സംരക്ഷിക്കുക. परंतु अभी ने जिस्मानी के अतिरिक्त रूहानी सेना में, പക്ഷെ നിങ്ങൾക്ക് ഈ സേനയിലെ സേവനത്തിനോടൊപ്പം ആത്മീയ സൈന്യത്തിലും ചേരേണ്ടതുണ്ട്. हम भर्ती होने का केवल इतना ही अर्थ है. ആത്മീയ സൈന്യത്തിൽ ചേരുക അർത്ഥം ദേ അഭിമാൻ और काम क्रोधादि से युद्ध करना. ഇവിടെ ചേരണമെങ്കിൽ എന്ത് ചെയ്യണം? ദേഹാഭിമാനത്തെ കളയണം. കാമക്രോധ വികാരങ്ങളോട് യുദ്ധം ചെയ്യണം. അതാണ് ആത്മീയ സൈന്യത്തിൽ ചേർന്ന് ചെയ്യേണ്ടത്. आज स्वयं भारत की सरकार और यहाँ के लोग भी नहीं जानते कि वास्तव में, ബാബ പറഞ്ഞു, ഈ സമയത്ത് ഗവൺമെൻറ്റിനോ മുഴുവൻ വിശ്വത്തിൻ്റെയും ശത്രു ആരെന്ന് ആർക്കും തന്നെ അറിയില്ല. യഥാർത്ഥ ശത്രു എല്ലാവരുടെയും.
अब शिव बाबा ने आकर हम सभी को बताया. ഈ സമയത്ത് ശിവ പരമാത്മാ ഭഗവാൻ വന്ന് നമുക്ക് കുട്ടികൾക്ക് അല്ലേ ഈശ്വരീയ സന്ദേശം തന്നു കഴിഞ്ഞു. ഭാരതത്തിൻ്റെയും മുഴുവൻ വിശ്വത്തിൻ്റെയും സുഖം തട്ടിയെടുത്ത ശത്രു ആരാണ്? കാമം, ക്രോധം, ലോഭം തുടങ്ങിയ മനോവികാരങ്ങളാണ്. ഈ വികാര വിക്ഷോഭങ്ങൾക്കടിമപ്പെട്ട് നമ്മൾ പെരുമാറാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ മനോസുഖം, ജീവിതസുഖം നഷ്ടപ്പെട്ടത്. ഹരേക്ക് മനുഷ്യക്കോ അപ്പന ഈ വികാരങ്ങൾ മാനവനെ അടിമയാക്കിയിരിക്കുകയാണ്. ഭാരതത്തിൽ മാത്രമല്ല, മുഴുവൻ വിശ്വത്തിൽ. ആർക്കും തന്നെ പക്ഷേ ഇതറിയില്ല. ഈ ശത്രുവിനെ ജയിക്കാൻ ജ്ഞാന യോഗത്തിൻ്റെ അസ്ത്രശസ്ത്രങ്ങളിലൂടെ പൊരുതിയേ മതിയാകും. വികാരങ്ങളെ ജയിക്കാൻ വേണ്ട അസ്ത്രശസ്ത്രം ജ്ഞാനയോഗമാണ്. ഈ പോരാട്ടത്തിൽ മായയെ വിജയിച്ചാലേ സുഖവും ശാന്തിയും വീണ്ടെടുക്കാൻ കഴിയും. फिर बाबा कहते देखो जो लोग मिलिट्री में होता है उनको अपना ही सेना के पंडित उनको गीता सुनाकर कहते हैं. എന്നിട്ട് ബാബ പറയാറുണ്ട്, സൈന്യത്തിൽ സേനയിലെയും പണ്ഡിതന്മാർ ഗീത കേൾപ്പിച്ചു കൊടുക്കാറുണ്ട്. ഭഗവാൻ പറയുന്നുണ്ട്, ഹേ അർജുൻ, यदि तू युद्ध करते हुए प्राण छोड़ेगा तो तू स्वर्ग में जाएगा. പറയുന്നുണ്ടല്ലോ ഭഗവാൻ, അല്ലയോ അർജുന, യുദ്ധത്തിനിടയിൽ നീ പ്രാണത്യാഗം ചെയ്താൽ സ്വർഗത്തിലെത്തും. പക്ഷെ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? പവിത്ര ബന്നെ ബിന ദേവി ഗുൺ ധാരൺ കിയേ ബിന. സ്വർഗത്തിലെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? പവിത്രതയുടെ ധാരണയില്ലാതെ, ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യാതെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല. മിലിറ്ററിയിൽ യുദ്ധം ചെയ്യേണ്ടി വരും, തോക്കെടുക്കേണ്ടി വരും. അത് ദേശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് കർത്തവ്യമാണ് സൈന്യത്തിൻ്റെ. യദി ചീൻ യാ പാകിസ്ഥാൻ സെ ലഡായി ചढ़ जाती है. ഇപ്പോൾ നമ്മുടെ അന്യരാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാനാകട്ടെ ചൈനയാകട്ടെ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഏറ്റുമുട്ടലുണ്ടാകുമ്പോൾ ഭാരതദേശത്തിൻ്റെ അതിർത്തി കാത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സൈന്യത്തിന് തിരിച്ച് യുദ്ധം ചെയ്യേണ്ടി വരും. പ്രശ്നം ഉഠ്താ ഹെ ഇൻകാ കല്യാൺ കൈസെ ഹോ. ഈ യുദ്ധത്തിനുള്ളിൽ മരിച്ചാലും ആത്മാക്കൾക്ക് എങ്ങനെ മംഗളമുണ്ടാകും? ശിവ് ബാബ തോ സഭി കാ കല്യാൺ കർനെ ആയേ ഹേ. ബാബ എന്താ പറയണേ? ബാബ സർവരുടെയും മംഗളത്തിന് വന്നിരിക്കുക. ആ സർവരിൽ ആരുമുണ്ട്? ദേശത്തിൻ്റെ അല്ലേ സുരക്ഷ കാത്ത് രക്ഷിക്കുന്ന സൈന്യവും പട്ടാളക്കാരും ബാബയുടെ തന്നെ മക്കളാണല്ലോ. അപ്പോൾ ഇവർക്ക് എങ്ങനെ മംഗളമുണ്ടാകും? ഏ ബിച്ചാരെ ഭാരത് കി രക്ഷാ കെ ലിയെ ജീവൻ ദേത്താ ഹെ. ദേശത്തെ സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ നൽകുന്നവരാണ് ഭാരതീയ സൈന്യം. ഇൻകാ ഉദ്ധാർ കൈസെ ഹോ. ഈ സേനയിലുള്ള ആത്മാക്കളുടെ ഉദ്ധാരണം എങ്ങനെ ഉണ്ടാകും? തബ് ബാബ ने कहा कि यदि ये शिव बाबा की याद में रहकर, ബാബ പറഞ്ഞു, മക്കളെ, നിങ്ങൾ യുദ്ധം ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും, ദേശത്തെ രക്ഷിക്കാൻ യുദ്ധം ചെയ്യേണ്ടി വരുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങളുടെ കർത്തവ്യം നിങ്ങൾ ബാബയുടെ ഓർമ്മയിലാണ് ചെയ്യുന്നതെങ്കിൽ, തബേ സ്വർഗമേ ആസക്തി ക്യോങ്കി കഹാവത് ഹേ. ബാബ പറഞ്ഞു, അതിൻ്റെ ഇടയിൽ മരണം വരിച്ചാലും ബാബയുടെ ഓർമ്മയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, കർത്തവ്യം ചെയ്യുന്നതെങ്കിൽ, പറയാറുണ്ട് അന്ത് മതി സുഗതി. അവസാന സമയത്തെ സ്മൃതിക്കനുസരിച്ച് നിങ്ങൾക്ക് ഗതിയുണ്ടാവും. ബാബ ने कहा कि यदि ये बच्चे शिव बाबा का परिचय प्राप्त कर ले और आहार व्यवहार संबंधी नियमों का पालन करते हुए आत्म अभिमानी बने,
शिव बाबा के स्मृति में टिके तो उनका भी कल्याण हो सकता है. അപ്പോൾ ബാബ പറഞ്ഞു, ഈ മക്കളും ശിവ് ബാബയുടെ പരിചയം നേടി ഈശ്വരീയ നിയമങ്ങളിലൂടെ അന്ന വ്യവഹാര ശുദ്ധികൾ പാലിച്ച് ആത്മാഭിമാനികളായി ശിവ് ബാബയുടെ സ്മൃതിയിലാണ് സേനയിലിരുന്നുകൊണ്ട് തങ്ങളുടെ സേവനങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ മക്കളുടെയും മംഗളം ഉണ്ടാകും അല്ലേ. അപ്പം നോക്കൂ, ബാബ തൻ്റെ കുട്ടികളുടെ എല്ലാം ആരേത് വിഭാഗത്തിൽപ്പെട്ട മക്കളാണെങ്കിലും എല്ലാ ആത്മാക്കളുടെയും ഉന്നതിക്ക് വേണ്ടി ബാബ അവരവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു. മിലിറ്ററി വാലോമേ പരിവർത്തൻ സഹജ് വി ഹെ. ബാബ പറഞ്ഞു, സൈന്യത്തിലെ കുട്ടികൾ, മിലിറ്ററിക്കാർക്ക് ജ്ഞാനം കിട്ടിയാൽ അവരുടെ ജീവിതത്തിൽ വളരെ വേഗം പരിവർത്തനം ഉണ്ടാകും. കാരണം എന്താണ്? ഓൾറെഡി അവർക്കൊരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ ലൈഫിൽ, അല്ലേ? പട്ടാള ചിട്ട എന്നല്ലേ പറയാം. ചിട്ടയുള്ള ജീവിതത്തിലായതുകൊണ്ട് ബാബയുടെ അടുത്ത് വരുമ്പോൾ എന്താവും? ഓട്ടോമാറ്റിക്കലി ആത്മീയ ചിട്ടയും അവർക്ക് ഫോളോ ചെയ്യാൻ വളരെ എളുപ്പമാകും. ആ ചിട്ട ഒരിക്കലും അവരുടെ ഉള്ളിലേക്ക് രക്തത്തിൽ അലിഞ്ഞാൽ പിന്നെ അത് കറക്റ്റായിട്ട് അവർ പാലിക്കും. അപ്പോൾ ബാബ പറഞ്ഞു, മിലിറ്ററിക്കാർക്ക് ബാബയുടെ മക്കളായ പരിവർത്തനം വളരെ സഹജമാണ്. മിലിറ്ററിക്കാരായ കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, 3 സേനയിലുമുള്ള മക്കൾ. എത്ര BKs ഉണ്ട് മിലിറ്ററിയിലുള്ള കുട്ടികൾ ബാബയുടെ. बाबा कहते कि ये जो जिस्मानी मिलिट्री में फरती हुए बच्चे हैं ये मरने मारने के लिए तैयार ही होता है. മിലിറ്ററിയിൽ ചേരുന്ന കുട്ടികൾ മരിക്കാനും കൊല്ലാനും തയ്യാറായിട്ട് തന്നെയാണ് ചേരുക. ഭയമില്ലല്ലോ അവർക്ക്, നിർഭയാത്മാക്കളാണ്. जब ये युद्ध करने जाते हैं तो इनके मन में यही होता है कि पता नहीं. ഇപ്പോൾ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ പുറപ്പെടുമ്പോൾ അവർക്കറിയാം ഈ യുദ്ധത്തിൽ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. പക്ഷെ നിർഭയതയോടെ അവർ മൈതാനത്തിലേക്ക് ഇറങ്ങുന്നു. ദേഹസംബന്ധികളോടുള്ള മോഹമൊന്നും അവർക്കില്ല. അപ്പോൾ സ്വന്തം ദേഹത്തോടും ഇല്ല, ബന്ധുമിത്രാദികളെക്കുറിച്ച് അവർ ചിന്തിക്കില്ല. മൈതാനത്തിൽ ഇറങ്ങുമ്പോൾ ചിന്തിക്കുമോ, അയ്യോ എൻ്റെ ഭാര്യയ്ക്ക് എന്താവും, മക്കൾക്ക് എന്താവും, പേരമക്കൾക്കൊന്നും ഇല്ലല്ലോ. കാരണം മിലിറ്ററിയിൽ ട്രെയിനിങ്ങിലൂടെ അവരുടെ മൈൻഡ് അങ്ങനെ ട്രെയിൻഡ് ആയിട്ടുണ്ട്. ദേഹസംബന്ധികളിൽ നിന്ന് മോഹമുക്തരായിട്ടാണ് അവർ ദേശസേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ബാബ പറയുന്ന അവർ നഷ്ടവും മോഹയായി മാറിക്കഴിഞ്ഞു. ദേഹിക് സ്മൃതി കോ ഭുലാനെ യുദ്ധ കർണേ ഓർ ശത്രു കോ. കാരണം അവരുടെ മുന്നിൽ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ശത്രുവിനെ ഇല്ലാണ്ടാക്കുക. ബാക്കി അതിനിടയിൽ ദേഹസംബന്ധി ഒന്നും അവർക്ക് സ്മൃതി വരില്ല. കേവലം പ്രാക്ടീസ്, ശത്രു സംഹാരത്തിൻ്റെ പ്രാക്ടീസ് ചെയ്ത് അവർക്ക് ദേഹധാരികളോടുള്ള മോഹത്തിൽ നിന്ന് മുക്തരായി. അത് യദിയെ അപ്പനി യോഗ്യതാവും കോ ഇസെ രൂപാന്തരിത് കർലേ. അപ്പോൾ ബാബ പറഞ്ഞു, ഈ സംസ്കാരം ഓൾറെഡി അവർക്കുള്ളത് കൊണ്ട്, അതുകൊണ്ടാണല്ലോ വീടും ബന്ധുമിത്രാദികളുടെ അടുത്തുനിന്ന് വർഷങ്ങളോളം യാതൊരു കണക്ഷനും ഇല്ലാതെ അകന്നല്ല ജീവിക്കുന്നത്. എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പോൾ കുറച്ച് ദിവസം കുടുംബാംഗങ്ങളോടൊപ്പം ജീവിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ബാബ പറയണേ, ഒരു പക്ഷേ സൈന്യത്തിലെ അംഗങ്ങളായ കുട്ടികൾ ജ്ഞാനമാർഗത്തിൽ വന്നാൽ, അവർ BKs ആയി മാറിയാൽ, ബാബ പറയണേ അവർക്ക് ഓൾറെഡി നഷ്ടമോഹ സംസ്കാരം ഉള്ളതുകൊണ്ട് അതിനെ ഒന്ന് കേവലം രൂപം മാറ്റിയെടുത്താൽ ദേഹക്കെ ഭാൻ കോ ഫൂൽക്കർ, അവർക്ക് ദേഹബോധം കളയാനും നഷ്ടമോഹിയാകാനും മനോവികാരങ്ങളോട് യുദ്ധം ചെയ്യാനും എളുപ്പത്തിൽ കഴിയും. ബാബയുടെ വരാണ് അല്ലേ, പട്ടാളത്തിലെ കുട്ടികൾക്ക് വിശേഷ വരം തരികയാണ് ബാബ. तो ये बहुत ऊंच पद प्राप्त कर सकते हैं. ബാബ പറഞ്ഞു, ഈ മക്കൾക്ക് വളരെ ഉയർന്ന പദവി നേടാൻ കഴിയും. ഇസ് പ്രകാർ ബാബ മിലിറ്ററിക്ക് അപ്പോൾ ആ സമയത്ത് ബാബയുടെ സന്മുഖത്തിരുന്ന് മിലിറ്ററിയിലെ യുവാക്കൾക്ക് ബാബ ഇപ്രകാരം ആത്മീയ ആഹ്വാനം നൽകി.
ഇതിലെത്ര പേര് ബാബയുടെ മക്കളായിട്ടുണ്ടാവും അല്ലേ? ഡയറക്റ്റ് സന്മുഖത്ത് ബാബയിൽ നിന്ന് കേട്ടവരല്ലേ? ധാരാളം കുട്ടികൾ ബാബയുടെ മക്കളുണ്ട്. ഇപ്പോഴും മിലിറ്ററി സർവീസിൽ വലിയ പദവിയിലിരിക്കുന്ന കുട്ടികൾ വരെയുണ്ട് ബാബയുടെ മക്കൾ. ദേശസ്നേഹികളായി ദേശസേവനം ചെയ്തുകൊണ്ട് ഗുപ്തമായിട്ട് പരമാത്മാ പിതാവിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുന്ന കുട്ടികളുണ്ട്. കാരണം ബാബ തൻ്റെ മക്കളെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും വെച്ചിട്ടുണ്ട്. എന്നാലല്ലേ വിശ്വമംഗളകാര്യം നടക്കുള്ളൂ. ഇസ് പ്രകാർ ബാബ മിലിറ്ററി കെ ഉൻ നൗജവാനോं को भी ഇപ്രകാരം ബാബ യുവാക്കൾക്ക്, മിലിറ്ററിയിലെ കുട്ടികൾക്ക് ജ്ഞാനയുക്തമായ ഗുണയുക്തമായ യുക്തികൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. നമുക്ക് സെക്യൂരിറ്റി വിങ് എന്ന് പറഞ്ഞിട്ടൊരു വിങ് തന്നെയുണ്ട്. അതിൽ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും സർവീസാണ് ആ വിങ്ങിൽ ചെയ്യുക. കഴിഞ്ഞ ലോക്ക്ഡൗണിൽ നമ്മളും കേരള പോലീസിൻ്റെ സേവനം ഓൺലൈനിൽ കുറച്ച് 5 ദിവസത്തെ സേവനം ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഫുൾ സ്റ്റേറ്റിൽ, ഇപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ മിലിറ്ററിയിലെ അംഗങ്ങൾക്കും പോലീസ് സേനയിലെ അംഗങ്ങൾക്കും എല്ലാം വേണ്ടിയിട്ട് ഓൺലൈനിൽ ധാരാളം ഓൺലൈൻ ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സ്വാമിനാഥൻ ഭായിയും ധാരാളം ക്ലാസ് അതിലെടുക്കുന്നുണ്ട്. ഫുൾ ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റ് വൈസ് മൗണ്ട് അബൂന്ന് തന്നെ ഡയറക്റ്റായിട്ട് സെക്യൂരിറ്റി വിങ്ങിൽ നിന്ന് അവർ പ്ലാൻ ചെയ്ത് അപ്രോച്ച് ചെയ്ത് ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും അപ്രോച്ച് ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനെ അപ്രോച്ച് ചെയ്ത് ബാച്ച് ബൈ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവർക്കുള്ള മെഡിറ്റേഷൻ ക്ലാസ്സസ്, അതൊരു വലിയ സർവീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദേശത്ത്. വേ ഉन्हें भी गीता ज्ञान द्वारा स्वर्ग में आने का मार्ग सुझा. ഇപ്രകാരം ബാബ ഗീതാജ്ഞാനം നൽകി സ്വർഗത്തിലേക്ക് വരാനുള്ള യുക്തികൾ ബാബയുടെ പട്ടാളക്കാരായ മക്കൾക്കും നൽകിക്കൊണ്ടിരുന്നു. ഗീത കെ ബാരെ മേ ഗഹൻ ഭേദ് ബതാവോ. ഗീതയുടെ ജ്ഞാനം, സത്യമായ ഗീതാജ്ഞാനം, പറയപ്പെടുന്ന അറിവും സത്യഗീതാജ്ഞാനവും തമ്മിലുള്ള ആഴമാർന്ന അന്തരത്തെക്കുറിച്ച് പറഞ്ഞു. इन्हीं दिनों दिल्ली में कुछ गीता प्रेमी लोगों ने सारी गीता अंकित कराई थी चांदी के पात्रों में, तांबे में. उसे भारत के तत्कालीन राष्ट्रपति महोदय को भेंट करने का कार्यक्रम बनाया. മറ്റൊരു സേവയെക്കുറിച്ച് പറയണം ബാബ. ആ സമയത്ത് ഡൽഹിയിൽ ബാബ അവിടെയുള്ള സമയത്ത് തന്നെ ഗീതാ പ്രേമികളെല്ലാവരും ചേർന്നിട്ട് വെള്ളിയിലും ചെമ്പിലും പാത്രങ്ങൾക്കുള്ളിൽ മുഴുവൻ ഗീതാജ്ഞാനവും ആലേഖനം ചെയ്തു. എന്നിട്ട് ഭാരതത്തിലെ ആ സമയത്തെ രാഷ്ട്രപതിയെ കൊണ്ട് ഒരു പ്രോഗ്രാം ചെയ്യിപ്പിച്ചു. അവർ इस आयोजन के एक मुख्य कार्यकर्ता बाबा से मिलने भी आए थे. ആ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നതിൽ ഒരാൾ ബാബയെ കാണാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ബാബ അവർക്കും സന്ദേശം കൊടുത്തു. देखो भारत के लोग इतना खर्च करके, ബാബ പറഞ്ഞു, നോക്കൂ, ഭാരതത്തിൽ ഇത്രയും പൈസ ചിലവാക്കി ഈ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഗീതയിൽ പരമാത്മാവിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഭഗവാൻ വാജ്, ഈ പ്രയോഗമുണ്ട്. പക്ഷേ ഭഗവാൻ ആരാണ്? പരംപിത പരമാത്മാവിൻ്റെ സ്വരൂപം എന്താണ്? ഇതെത്ര പേർക്കറിയാം എന്ന് ചോദിച്ചു ബാബ. फिर ये भी मानने बैठे कि अर्जुन घोड़ों से चलने वाले एक रथ पर सवार थे. ഇപ്പോഴും ഒരു കുതിരവണ്ടിയിൽ അർജുനൻ ഇരുന്നു, കൃഷ്ണൻ ഓടിച്ചു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരിപ്പോഴും ഉണ്ട്. ഉൻകെ മൻ കോ യേ ഭി നഹി സോച്താ. ഇപ്പോഴും മനസ്സിന് ഇത് ബോധ്യപ്പെട്ടിട്ടില്ല, ത്രിലോകീനാഥനായ ഭഗവാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ രഥത്തിലിരുത്തി അവരുടെ കുതിരവണ്ടി ഓടിക്കുന്ന ജോലിയെ ചെയ്യുന്ന ഭഗവാൻ. ഗീതയ്ക്ക് പ്രതി ഇतना ശ്രദ്ധ ഹേ. ഭാരതീയർക്ക് ഇത്രയും ഭാവന ഗീതാശാസ്ത്രത്തെ പ്രതി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ ബാബ പറഞ്ഞു എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം,
ഗീതയുടെ ഭഗവാൻ സർവാത്മാക്കളുടെയും പിതാ പരംപിതാ പരമാത്മാവാണ്. പരമാത്മാ നിരാകാരനായ ജ്യോതിർബിന്ദു സ്വരൂപമാണ്. ഇപ്രകാരം ബാബയുടെ പരിചയം കൊടുക്കണം, പരമാത്മാവിൻ്റെ പരിചയം കൊടുക്കണമെന്ന് പറഞ്ഞു ബാബ. ഉനോനെ യുദ്ധക്കെ മൈതാൻമേ നഹി, അല്ലാതെ സൈന്യത്തിൻ്റെ നടുവിൽ അല്ല ജ്ഞാനം നൽകിയത്. കേവലേക്ക് അർജുൻകോ, ഒരർജുനന് മാത്രമല്ല, മുഴുവൻ സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ജ്ഞാനം നൽകിയത്. ആ ഗീതാജ്ഞാനം നൽകുന്ന അതേ സമയം ഇപ്പോൾ പുനരാവർത്തിച്ചിരിക്കുകയാണ്. അതിൻ്റെ തനിയാവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പരമാത്മ ഗീതാജ്ഞാനം നൽകാൻ വേണ്ടി ഇപ്പോൾ ഭൂമിയിൽ ദിവ്യാവതരണം ചെയ്തിട്ടുണ്ട് എന്ന് ബാബ പറഞ്ഞു. उन्हीं दिनों मादेश्वरी जी भी ऑपरेशन के बाद ईश्वरीय सर्विस पर फिर से पूर्ववत जुड़ी हुई थी. ആ സമയത്ത് മമ്മയുടെ ഓപ്പറേഷന് ശേഷം ഈശ്വരീയ സേവനങ്ങളിൽ മുഴുകി വീണ്ടും ഊർജ്ജസ്വലയായി സേവന രംഗത്ത് വന്നു. സഭിക്ക് അഭിലാഷ ധി കി ബാബ കെ യഹാ ഹോത്തെ. അപ്പോൾ ഡൽഹിക്കാർക്ക് വീണ്ടും ഒരു സങ്കല്പം വന്നു, ബ്രഹ്മബാബ ഇവിടെ ഉള്ളപ്പോൾ തന്നെ മമ്മയും ഡൽഹിയിലേക്ക് വരണം. സഭീനെ അപ്പനെ ഹസ്താക്ഷർ കർക്കെ ഉന്നെ ബഡേ. അങ്ങനെ മക്കളെല്ലാം വീണ്ടും അവരവരുടെ കയ്യൊപ്പിട്ട് മമ്മയ്ക്ക് വളരെ സ്നേഹത്തോടു കൂടിയ ഇൻവിറ്റേഷൻ അയച്ചു. പരന്തു മാതേശ്വരി ജിക്കോ വഹാ ചെക്കപ്പ് കേലേ രഹ്നാ ഥാ. പക്ഷേ ആ സമയത്ത് മമ്മയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ സമയമായിരുന്നു, അതുകൊണ്ട് ചെക്കപ്പ് ഉള്ളത് കാരണം മമ്മയ്ക്ക് ഇവിടേക്ക് വരാൻ കഴിഞ്ഞില്ല. ശിവരാത്രിക്ക് ചുട്ടിക്ക് ബാരേമേ ജ്ഞാപൻ. അടുത്തത് ബാബ ശിവരാത്രിയുടെ സേവനം. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് ബാബ എങ്ങനെ മക്കളുടെ സേവനം ചെയ്തു. उन्हीं दिनों समाचार पत्रों में ये समाचार छपा था कि इस वर्ष केंद्रीय सरकार के कार्यालय में शिवरात्रि की छुट्टी नहीं होगी. അപ്പോൾ ബാബ അവിടെ ഡൽഹിയിലുള്ളപ്പോൾ തന്നെ പേപ്പറിലൊരു ന്യൂസ് വന്നു, ഈ വർഷം ശിവരാത്രിക്ക് സെൻട്രൽ ഗവൺമെൻറ്റിന് അവധി ഉണ്ടാവില്ല. ഇസ് ബാത് കോ ഉഠാക്കർ ബാബാനെ ജ്ഞാൻ മുരളിമേ. ഈ പോയിൻ്റ് എടുത്തിട്ട് ബാബ മുരളിയിലൂടെ നിർദ്ദേശം നൽകി. देखो स्वयं भारत सरकार और यहाँ के लोग जहाँ पर शिव बाबा का अवतरित होता है. ബാബ പറഞ്ഞു, നോക്കൂ, ഭാരത സർക്കാർ, ഇവിടുത്തെ ഭാരതീയർക്ക് എവിടെയാണോ ശിവ ഭഗവാന്റെ അവതരണം നടക്കുന്നത്, ഭാരതഭൂമിയിൽ ജിസെ വോ നരക് സേ, നരകത്തെ സ്വർഗമാക്കുന്ന കർത്തവ്യം ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഭാരതഭൂമിയിലാണ്. ഭീ ശിവ ബാബക്കു നിഹിം പഹചാനത്തെ. പക്ഷേ ആ ഭാരതീയർ പോലും ശിവപരമാത്മാവിനെ തിരിച്ചറിയുന്നില്ലല്ലോ. वास्तव में होना तो ये चाहिए कि इस मौके पर लगातार 3 या 7 दिन सरकारी तौर से खुशी मनानी चाहिए. അപ്പോൾ ബാബ പറഞ്ഞു, നോക്കൂ, യഥാർത്ഥത്തിൽ ശിവരാത്രിയുടെ അവസരത്തിൽ 3 മുതൽ 7 ദിവസം വരെയെങ്കിലും ശിവരാത്രി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും സന്തോഷത്തോടു കൂടി സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണ്. എന്താ കാര്യം? മുഴുവൻ വിശ്വത്തിൻ്റെ മംഗളം ചെയ്യാനായി സ്വയം ശിവപരമാത്മാവ് ഈ ഭാരതഭൂമിയിലാണ് അവതരിച്ചിരിക്കുന്നതെന്ന് ഗവൺമെൻറ് തിരിച്ചറിഞ്ഞാൽ, ഭാരതീയർ തിരിച്ചറിഞ്ഞാൽ ബാബയുടെ അവതരണം ഒരു വാരാഘോഷമായി നടക്കണം. फिर से आकर संपूर्ण पवित्रता सुख शांति का वर्षा देता है. വീണ്ടും പരമാത്മ സമ്പൂർണ്ണ പവിത്രതയുടെ സുഖത്തിൻ്റെ ശാന്തിയുടെ സ്വത്ത് തരാനായി വന്നിരിക്കുകയാണ്. ഉസ് ദിൻ തോ സബ് ഘരോം പർ റോഷനി ഹോനി ചാഹിയെ. ബാബ പറഞ്ഞു, ശിവരാത്രി ദിവസം എല്ലാ വീടുകളിലും പ്രകാശമുണ്ടാക്കണം. ക്യോങ്കി ഉസ് പിതാനെ വിശ്വമേ അജ്ഞാൻ അന്ധകാർ സമാപത് കർ. എന്തുകൊണ്ടെന്നാൽ ശിവരാത്രി എന്തിനാ ആഘോഷിക്കണേ? ശിവപിതാവ് ഭൂമിയിൽ വന്ന് വിശ്വത്തിലെ അജ്ഞാന അന്ധകാരം നീക്കി വീണ്ടും സത്യുഗ സ്ഥാപന നടത്തുകയാണ്.
होना तय चाहिए. ബാബ പറഞ്ഞ യഥാർത്ഥത്തിൽ ഇതാണ് നടക്കേണ്ടത്. जब बाहर से किसी देश का कोई പ്രധാനമന്ത്രി या ബാബ പറഞ്ഞു നോക്കൂ, ഒരു അന്യ രാജ്യത്തു നിന്നൊരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും അല്ലെ അങ്ങനെയുള്ള VIPs ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ किसी मनुष्य की समाधि पर ले जाने के बजाय शिव बाबा की यादगार पर किसी शिव मंदिर में ले जाए. അന്യദേശത്തു നിന്ന് പ്രധാനമന്ത്രിയെ പോലെയുള്ള ആൾക്കാർ ഭാരതം സന്ദർശിക്കാൻ വരുമ്പോൾ ബാബ പറഞ്ഞു അവരെ ഏതെങ്കിലും വ്യക്തികളുടെ സമാധിയുടെ മുന്നിലേക്കല്ല കൊണ്ടുപോകേണ്ടത്. പകരം എന്ത് ചെയ്യണം? ശിവ ബാബയുടെ ഓർമ്മ ചിഹ്നങ്ങളായ ഏതെങ്കിലും ശിവക്ഷേത്രത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുവരേണ്ടത്. അവർക്ക് ഭാരതത്തിലെ പ്രമുഖ ശിവക്ഷേത്രങ്ങളാണ് കാണിച്ചു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു ബാബ. ദേഖോ തോ ജോ ശിവ ബാബ ഹമേ. എന്നിട്ട് ശിവക്ഷേത്രം കാണിച്ചിട്ട് ശിവലിംഗം കാണിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം, മനുഷ്യനെ ദേവതയാക്കി മാറ്റുന്ന പരംപിത പരമാത്മാവിൻ്റെ ക്ഷേത്രമാണിത്. എത്ര വലിയ ഈശ്വരൻ, പക്ഷേ എത്ര സിമ്പിളായിട്ടുള്ള ക്ഷേത്രം. देवी देवताओं के मंदिर तो बहुत ही भव्य बने हैं और उनकी ശിവക്ഷേത്രം എത്ര സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദേവീദേവന്മാരുടെ ക്ഷേത്രങ്ങളാണെങ്കിലോ വളരെ അലങ്കാരങ്ങളും ആർഭാടങ്ങളും കൂടുതലായിരിക്കും. ശിവക്ഷേത്രങ്ങൾ കുറച്ചും കൂടെ ലളിതമായിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളിൽ നിറയെ ആഭരണങ്ങളൊക്കെ ചാർത്തും. പക്ഷേ ശിവ ബാബയുടെ ക്ഷേത്രമാണ് കേവലം ശിവലിംഗം വെച്ച് ആടയും ആഭരണങ്ങളും ഒന്നുമില്ല, കിരീടവും ഇല്ല. ആടയില്ല, ആഭരണങ്ങളില്ല, കിരീടമില്ല, അല്ലേ? സിമ്പിൾ. ജിസ്നെ മാനവ് മാത്രക്കോ, ബാബ പറഞ്ഞു, മുഴുവൻ മാനവരാശിയെയും ഇത്രയും ഉയർന്നവരാക്കി മാറ്റിയത്, നരനെ നാരായണന് സമാനമാക്കി മാറ്റിയ പരമാത്മാ, അഖണ്ഡമായ ദൈവിക രാജ്യസ്ഥാപന ചെയ്ത ശിവ ബാബയുടെ ക്ഷേത്രം എത്ര സിമ്പിളാണ്, എത്ര സിമ്പിളാണ്. ആജ് സഭി ഇത്തനേ തോ ഭൂൽ ഗേ. എന്നിട്ട് ബാബ എന്ത് പറഞ്ഞു? പക്ഷെ ഇതെല്ലാം മനുഷ്യർ മറന്നുപോയി. ഭഗവത് കർത്തവ്യം അല്ലേ, എല്ലാവരും മറന്നു. നമ്മളിപ്പോൾ ഓർമ്മിക്കുകയാണ് അല്ലേ. ബാബ നമ്മളെ ഉണർത്തി ഓർമ്മിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുകയാണല്ല. മാനവർ ദേഹധാരികളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, പക്ഷേ നിരാകാരനായ പരംപിത പരമാത്മാവിൻ്റെ ദിവ്യ ജന്മോത്സവം യഥോചിതം ആഘോഷിക്കുന്നില്ല. ശിവരാത്രി ആഘോഷിക്കും, പക്ഷേ ബാബ പറയണേ ഭഗവാന്റെ അവതരണ ദിനം യഥാർത്ഥത്തിൽ എങ്ങനെ ആഘോഷിക്കണമോ അങ്ങനെ മക്കൾ ഇപ്പോഴും ആഘോഷിക്കുന്നില്ല. അങ്ങനെ ആഘോഷിക്കണമെങ്കിൽ ബാബ പറയണേ ഭാരത സർക്കാരിന് എങ്ങനെ അവധി കൊടുക്കാതിരിക്കാൻ പറ്റും? അത് ആ വത്സോങ്കോ ചെയ്യേ ഭാരത് കി സർക്കാർ കോ ഇസ് വിഷയമേ. അപ്പോൾ ബാബ പറഞ്ഞു, നിങ്ങൾ മക്കൾ ഈ വിഷയത്തെക്കുറിച്ച് ഗവൺമെൻറ്റിനൊരു മെമ്മോറാണ്ടം നൽകണം. ഇസ്മേ ഉന്നെ ഭി ലിഖോ കി ഹം സന്മുഖ് മിൽക്കർ ഏ ബാത്. എന്നിട്ട് പറയണം ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളോട് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് നേരിട്ട് സംസാരിക്കാനുള്ള അവസരം തരണം. ശിവപരമാത്മാവിൻ്റെ ദിവ്യനാമവും ശിവരാത്രി ദിവ്യ ജന്മ ഉത്സവത്തെക്കുറിച്ചും ഞങ്ങൾക്ക് നേരിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ച് ബോധ്യപ്പെടുത്താനുണ്ട് എന്ന് ബാബ കുട്ടികളോട് പറഞ്ഞു. നിങ്ങൾ പോയി ഗവൺമെൻറ്റിനെ അപ്രോച്ച് ചെയ്യൂ. എന്താണ് ശിവരാത്രി എന്ന് ബാബ നൽകിയ കാര്യങ്ങൾ അവരെ അറിയിക്കൂ. ബാക്കി നമുക്ക് നാളെ കേൾക്കാം. ഓരോ ദിവസവും കേൾക്കും തോറും എന്താ ഫീൽ ചെയ്യണേ അല്ലേ? പേപ്പറിൽ എന്തെങ്കിലും ഒരു ന്യൂസ് കണ്ടാൽ തന്നെ, നാട്ടിൽ എന്തെങ്കിലും ഒരു ന്യൂസ് കണ്ടാൽ ബ്രഹ്മബാബ ആ അവസരങ്ങളെല്ലാം ഒറ്റ ഒരു സംഭവമാണ് ബാബയുടെ കാതിൽ വന്നത്. ആരോ പറഞ്ഞു ബാബയോട്, ബാബ പേപ്പറിൽ ശിവരാത്രിക്ക് ഗവൺമെൻറ് ഈ വർഷം അവധി കൊടുക്കില്ല എന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. അത് കേട്ടതും ബാബയ്ക്ക് സ്ട്രൈക്ക് ചെയ്തു. ഈ അവസരം എങ്ങനെ സേവയ്ക്ക് ഉപയോഗിക്കണം, ഈ അവസരത്തിൽ ഗവൺമെൻറ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഗവൺമെൻറ് അധികാരികൾക്ക് എങ്ങനെ പരമാത്മ സന്ദേശം കൊടുക്കണം. അതാണ് നമ്മുടെ ബാബ.
ओम शांति। जगत से जोत जगे उस पार हो, जगत से जोत जगे उस पार, सूरज चांद के पार हो, जगत से जोत जगे उस पार। शांति का उसमें प्रकाश, शांति का उसमें प्रकाश, चमके धरती और आकाश, चमके धरती और आकाश, जगाए शिव निराकार हो, जगत से जोत जगे उस पार। उस ज्योति का रूप न्यारा, उस ज्योति का रूप न्यारा, अपना न चाहे उससे जग सारा, अपना न चाहे उससे जग सारा, सब करते उसे प्यार हो, जगत से जोत जगे उस पार।